ഞാൻ ഈ ഇറങ്ങി വരുന്നുണ്ടല്ലോ ഒരു പരീക്ഷാ ദിവസത്തിലേക്കാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഭരതനാട്യം ഫസ്റ്റ് ഇയറിന്റെ എക്സാം ആണ്. ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിക്കാത്തതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, അങ്ങോട്ട് എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് നമ്മുടെ ദിവസം ഇവിടെ തുടങ്ങുകയാണ്. എല്ലാവർക്കും നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. ചെറിയ ജലദോഷം ഉണ്ട്, അതിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ശബ്ദത്തിലും ഉണ്ട് കേട്ടോ. കുറച്ചധികം ദിവസമായിരിക്കണം ഈ കാടും കാടിന്റെ ഭംഗിയൊക്കെ നിങ്ങളും കണ്ടിട്ട് ഞാനും കണ്ടിട്ട്. പരീക്ഷയുടെ തിരക്കിന്റെ ഇടയിൽ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അറിയിക്കാനോ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ മണിക്ക് 3-4-5 പിള്ളേരുണ്ടായിട്ടുണ്ട്. എല്ലാവരും ജാഥ പോലെ അവിടെ ഇവിടെയൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാട്ടിൽ ഇതാ കോട ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ അടുക്കളയിൽ കയറിയിട്ടേ എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ട് ഉടനെ തന്നെ ഡാൻസ് ക്ലാസ്സിൽ പോയി പരീക്ഷ കൊടുത്ത് തിരിച്ചു വരാന്നാണ് വിചാരിക്കണത്. ഒട്ടും നേരമില്ലാത്ത ദിവസങ്ങളിൽ നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു സ്പെഷ്യലാണ് കേട്ടോ ബ്രെഡും നമ്മുടെ മുട്ട റോസ്റ്റും. അപ്പോൾ ബ്രെഡ് നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ദിവസമായിട്ട് ബ്രെഡും ജാമും ബ്രെഡും മുട്ടയും ബ്രെഡും ഈ വക പരിപാടികളൊക്കെ തന്നെയാണ്. അത് കാരണം കൊണ്ട് ഇന്നൊരു ചായയും പിന്നെ ഒരു റോസ്റ്റും ആക്കാമെന്ന് വിചാരിച്ചു. കാപ്പിയാണ് നമ്മൾ വെക്കണത് കേട്ടോ. എൻ്റെ പോലെ തന്നെ ഈ നെസ്കാഫേരെ അടിയെത്തുമ്പോൾ ഈ പൊടി ഇങ്ങനെ മൊത്തത്തിൽ കട്ടയും. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ച് ഈ പരിപാടി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അങ്ങനെ നമ്മളിന്ന് നമ്മുടെ മുട്ട റോസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു കട്ടിംഗ് ട്രേ ഉണ്ടല്ലോ വലുത്, ഇത് എവിടുന്ന് മേടിച്ച ശ്രീന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഹോം പ്ലസിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ കാസ്റ്റ് അയൺ ഇൻഡസ് വാലിയുടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കടുക് പൊട്ടിക്കുന്നു, അതിൽ സവോള ഇട്ട് കൊടുക്കുന്നു. സവോള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി എന്നിവ കൂട്ടിച്ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കുന്നു. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിൽ നമ്മൾ നാളികേരം പാലോ അല്ലെങ്കിൽ കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കണം. കൂടെ അപ്പോൾ ഞാൻ നേരില്ലാത്ത കാരണം ക്രീം നന്നായിട്ട് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് അതാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ക്രീം ഒഴിച്ച കറികൾ. പക്ഷെ എപ്പോഴും നമ്മൾ കഴിക്കാറില്ല. ചേരേര തിന്നണ നാട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ചേരേര നടുക്കഷ്ണം തിന്നണമെന്നാ പറയാ. ഇപ്പോൾ കണ്ട ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച കാരണം കൊണ്ട് നമുക്ക് നാളികേരം പൊളിക്കേണ്ട എന്തെല്ലാം വഴികളാണല്ലേ നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് തരുന്നത്. അങ്ങനെ കുറച്ച് എളുപ്പപ്പണികൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒട്ടും സമയമില്ലാത്ത നേരത്ത് നമുക്കത് ഭയങ്കര ഉപകാരപ്രദമായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ മണമില്ലാത്ത ആ കറി എനിക്ക് ജലദോഷമായ കാരണം കൊണ്ടാണ് നമ്മളിത് ആ മുട്ട പുഴുങ്ങിയിട്ടിട്ട് മുട്ടക്കറിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ ഈ പാത്രത്തിൽ ഞാൻ എന്ന് മുട്ടക്കറി വെച്ചാലും മുട്ടക്കറിക്ക് ഒരു വൈലറ്റ് കളറാണ് ഉണ്ടാവാറുള്ളത്. ഇതിൻ്റെ ഉള്ളിലത്തെ അയൺ കണ്ടന്റ് മുഴുവൻ നമ്മുടെ മുട്ടക്കൂട്ടം വലിച്ചെടുക്കണ കാരണം കൊണ്ടാണോ എന്നറിയില്ല. നമുക്ക് ബ്രെഡ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കാം. ബ്രെഡ് എപ്പോഴും ഓവനിൽ വെച്ച് ചൂടാക്കാറാണ് പതിവ്. പക്ഷേ നമ്മളിങ്ങനെ ആവി കയറ്റുമ്പോഴേ നന്നായിട്ട് സോഫ്റ്റും സ്മൂത്തും ആയിട്ട് വരാറുണ്ട്. മറ്റേത് ഇങ്ങനെ തിളങ്ങപ്പിളങ്ങാടിയിട്ട് കിടക്കുന്നുണ്ടെങ്കിലും ഒരു സ്മൂത്ത്നെസ് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം നമ്മുടെ ഇഡ്ലി ചെമ്പിലെടുത്ത് നമ്മുടെ എന്താ പറയുക ബ്രെഡ് ഇങ്ങനെ മുകളിൽ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് കിട്ടും. നമ്മുടെ ജോജു ചേട്ടൻ ഏതൊരു സിനിമയിലോ അല്ലെങ്കിൽ ഏതൊരു ഇന്റർവ്യൂലോ പറയുന്നത് കേട്ടിട്ടില്ലേ, നല്ല ആവി കയറ്റിയ ബ്രെഡ്, നല്ല മട്ടന്റെ കഷ്ണങ്ങളുള്ള കുറുമക്കറി, ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് തൃശ്ശൂർക്കാർക്ക് എല്ലാവർക്കും ഉള്ളതാണ് കേട്ടോ. നമ്മുടെ ഈസ്റ്ററിന്റെ സമയത്ത് അല്ലെങ്കിൽ വേറെ എന്ത് വിശേഷങ്ങൾക്കായാലും ഇതുപോലെ ആവി കയറ്റിയ ബ്രെഡും നല്ല അസല് മുട്ടക്കറിയോ അല്ലെങ്കിൽ മട്ടൻ കറിയോ ചിക്കൻ കറിയോ ഒക്കെ പാലിയാരം പാലൊഴിച്ച് വെച്ചതൊക്കെയാണ് സ്പെഷ്യലായിട്ട് വരിക കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് പതുക്കെ ഡാൻസ് ക്ലാസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. അതിനു മുമ്പ് എനിക്ക് ഒരു പ്രൊഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ. ഒരു അടിപൊളി പ്രൊഡക്റ്റാണ്. നമ്മൾ പെണ്ണുങ്ങൾ പൊതുവെ ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞു വരാറുള്ളത്. ഒരമ്മയായിട്ടിരിക്കുക, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ ആയിട്ടിരിക്കുക എന്നുള്ളതൊന്നും നിസ്സാര കാര്യമല്ല കേട്ടോ. ഓരോ ദിവസവും നമുക്ക് ഓരോ ചലഞ്ചിങ് ഡേ ആയിട്ടാണ് ഫീൽ ചെയ്യാറുള്ളത്. ഭയങ്കര സ്ട്രെസ്ഫുള്ളൊക്കെ ആയിട്ട് നമുക്ക് ചില ദിവസങ്ങളിൽ തോന്നാറുണ്ടല്ലോ. എന്നും ഇങ്ങനെ ഓരോ റുട്ടീൻ ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നാറുള്ളത്. അതിൻ്റെ ഇടയിലാണ് ഇതുപോലെയുള്ള പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ഇടയാവുന്നത്. ഇപ്പം എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണേ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ടീനേജ് പ്രായം തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, അത് ഞാൻ വീണ്ടും യൂസ് ചെയ്ത് തുടങ്ങും. അതായത് ഈ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് ഒക്കെ വരുന്ന സമയത്ത് ഓരോ ദിവസം നമുക്ക് ഓരോ രീതിയിലുള്ള ഷൂട്ടുകളായിരിക്കും. അപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് പ്രൗഡാണല്ലേ. ആ സമയത്താണ് നമുക്ക് ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ട് വരിക കേട്ടോ.
ഇതാണ് ഹിമാലയ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ്. ഇത് 100% നമ്മുടെ ആര്യവേപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഉണ്ടാക്കിയിരിക്കുന്നതോ നമ്മുടെ ആര്യവേപ്പിന്റെ ഇലയിൽ നിന്ന്. ഇതൊരു അടിപൊളി ക്ലെൻസറും കൂടിയാണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഡീപ്പായിട്ട് നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ക്ലെൻസ് ചെയ്യാനും അതുപോലെ തന്നെ പിമ്പിൾസ് ഒക്കെ ക്ലെൻസ് ചെയ്യാനും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നീം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്കിൻ കെയർ ഇൻഗ്രീഡിയന്റ് എന്നുള്ളത് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഇതൊരു ആന്റി ബാക്ടീരിയൽ ഇഫക്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇത് 99.9% പിമ്പിൾസിലുള്ള ബാക്ടീരിയനൊക്കെ കൊല്ലുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതൊരു ഫസ്റ്റ് വാഷിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫേസ് വാഷ് ഉണ്ടല്ലോ ഭയങ്കര സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള pH ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഭയങ്കര ജെന്റിലായിരിക്കും. പിന്നെ നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസിനും വലിയ രീതിയിലുള്ള ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. സോപ്പ് ഫ്രീ ആണ്, പാരബിൻ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയിലൊക്കെയുള്ള കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിമ്പിൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ക്ലിനിക്കലി പ്രൂവൺ ചെയ്തിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് നമ്മുടെ ഹിമാലയയുടെ കേട്ടോ. നമ്മുടെ പ്രകൃതി തന്നെ നമുക്ക് തന്നിട്ടുള്ള ഒരു ആന്റി ബാക്ടീരിയൽ ഇഫക്റ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ നീം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ കക്കിന വേപ്പിന്റെ ഇല ഇത് ധാരാളം ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അതിൽ നിന്നാണ് ഇത് ഡിറൈവ് ചെയ്തിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് കാണിച്ചു തരണ്ടേ. അപ്പം നമ്മുടെ മുഖം നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്യുക, ഒന്ന് നനയ്ക്കുക. അതിനുശേഷം ഒരു കുഞ്ഞമൗണ്ട് ഒരു ഇച്ചിരി എടുത്ത് നമ്മുടെ കയ്യിലാക്കിയിട്ട് മൊത്തത്തിലൊന്ന് സർക്കുലർ മോഷനിൽ സാധാരണ നമ്മളൊന്ന് ഫേസ് വാഷ് ചെയ്യില്ലേ അതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കുക. നന്നായി പതച്ച് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി റിസൾട്ട് ആദ്യത്തെ യൂസിൽ തന്നെ കിട്ടും കേട്ടോ. അതായത് പിമ്പിൾ ഫ്രീ ആയിട്ടുള്ള ഹെൽത്തി സ്കിന്ന്, അതും നമ്മുടെ ഹിമാലയയുടെ പ്യൂരിഫൈങ് നീം ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഈ ഒരു ട്യൂബ്. ഏതൊക്കെ ഫേസ് വാഷുകൾ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് പിമ്പിൾസ് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നല്ല മാറ്റം വരും കേട്ടോ. ഇത് പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നത്. നല്ലൊരു ഗ്ലോ ഇല്ലേ, എങ്ങനെയുണ്ട്, തിളങ്ങുണ്ടല്ലേ. നമ്മുടെ ഈ പ്രോഡക്റ്റ് ഹിമാലയയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്, നൈക്കയിൽ അവൈലബിൾ ആണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഡിസ്കൗണ്ടും ഉണ്ട് നമുക്ക്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികൾ തുടങ്ങിയാലോ. വാ. ഇപ്പോൾ കുട്ടികളെ നമ്മൾ അങ്കത്തട്ടിൽ കയറാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ ഒരു പുതിയ കണ്ണാടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണാടി അൺബോക്സിങ് വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ഇന്ന് ഇവിടെ ഇപ്പം നേരില്ല. ഇന്ന് നമുക്ക് ഒരുങ്ങിക്കെട്ടി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാണ്? പരീക്ഷ എഴുതാനാണ്. അപ്പോൾ ഭരതനാട്യത്തിൻ്റെ പരീക്ഷയ്ക്ക് സാറ് തലേദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വന്നോളോ അങ്ങനെ വന്നോളോ, ഇതിട്ടോളോ അതിട്ടോളോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പ്രധാന ഭാഗമായിരുന്നു നിങ്ങളുടെ മുഖത്ത് പ്ലെയിൻ ആയിട്ടിരിക്കരുത്, ഒരു നർത്തകി ലക്ഷണമൊക്കെ വേണം എന്നുള്ളത് കേട്ടോ. നർത്തകി ലക്ഷണം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നർത്തകി ലക്ഷണത്തിനോട് ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് വലിയ യോജിപ്പൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും നമ്മളൊന്ന് ഒരുങ്ങി പോണല്ലോ, എക്സാം അല്ലേ എന്ന് വിചാരിച്ച് മുഖത്ത് കുറച്ച് ഇൻസൈറ്റിൻ്റെ നമ്മുടെ ഈ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ, സിറം ഫൗണ്ടേഷൻ, കുറച്ച് ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. ഒരുപാടായിട്ടുണ്ടെങ്കിൽ എനിക്കുള്ള കോൺഫിഡൻസും കൂടെ അങ്ങ് പോയി കിട്ടും. ഈ ഒരുങ്ങി ചെന്നുകൊണ്ട് കാര്യമില്ലല്ലോ, അവിടെ ചെന്ന് ആൻസർ പറയാൻ കിട്ടണ്ടേ, അതിലുള്ള ഇമ്പോർട്ടൻസ് എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെയ്യുന്നത് മുഴുവനും കേട്ടോ. അങ്ങനെ പുരികനൊക്കെ നന്നായിട്ട് ഫിൽ ചെയ്തു. ഞാൻ ഇതിൽ ഉപയോഗിച്ചിട്ടിരിക്കുന്ന സംഭവങ്ങളുടെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ലിപ്പ് ലൈൻ ചെയ്തു. ലൈൻ ചെയ്തപ്പോൾ എനിക്കത് ഭയങ്കര ഡാർക്കായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള നമ്മുടെ ലിപ്പ് ലൈനർ കൊണ്ടല്ല, ലിപ്സ്റ്റിക് കൊണ്ട് ഒന്ന് സെറ്റാക്കി കൊടുത്തു. കണ്ണാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു ഹുക്ക് വേണം കണ്ണിൽ. അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കണ്ണ് നന്നായിട്ട് വിരിച്ച് പിടിച്ച് അങ്ങോട്ട് എഴുതണം. കണ്ണ് എഴുതാനായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്തത് നമ്മുടെ ലോറിയലിൻ്റെ ആണ് കേട്ടോ. ലോറിയലിൻ്റെ ജെൽ ഐലൈനറാണ് യൂസ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ മാമാർത്തിൻ്റെ ഇതുകൊണ്ട് എഴുതിയിട്ടുണ്ട്. കുറച്ചും കൂടി നേരം ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സ്പ്രെഡ് ചെയ്യാൻ പാടില്ലല്ലോ. പിന്നെ ഈ ഒരു മാല നമുക്ക് പാലയ്ക്ക് പച്ചയാന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത് പച്ചയല്ല, ബ്ലാക്ക് കളറാണ്. ഞാൻ നമ്മുടെ ഒല്ലൂർ പോത്തിങ്കലിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 400 റുപ്പീസോ മറ്റോ ആയിട്ടുണ്ടായിരുന്നു ഇതിന്. അതുപോലെ തന്നെ ബ്ലാക്ക് കളറിലുള്ള നമ്മുടെ ജുംക്ക, അത് ഗോൾഡാന്ന് പറയുമല്ലേ, പക്ഷെ ഗോൾഡ് അല്ല, ഇതൊക്കെ ഇമിറ്റേഷൻ ആഭരണങ്ങളാണ്. ഇതിൻ്റെയൊക്കെ ലിങ്കോ അല്ലെങ്കിൽ പ്രൈസോ അല്ലെങ്കിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, നിങ്ങളുടെ വീട്ടിലെത്തുന്നതായിരിക്കും. അങ്ങനെ ഇനി ഈ മുടിയുമ്പോഴാണ് നമ്മൾ താജ്മഹൽ പണിയാൻ പോകുന്നത്. ഇതാണ് എനിക്ക് തീരെ വശമില്ലാത്ത പരിപാടി. ഹൈ, എനിക്കത് കാണുമ്പോൾ എന്താണെന്നറിയില്ലേ, നീലിന് ഓർമ്മ വരുന്നേ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മുടെ ഗോപുരം നമ്മൾ പണിയാൻ പോകുന്നത് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നോക്കുന്നുണ്ട്. ഇത്ര മുടി ഉണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവൂല്ലേ. ഞാൻ ഉള്ള മുടി തന്നെ വെട്ടിക്കളഞ്ഞാലോ എന്നുള്ള ഒരു ആലോചനയിലാണ്. പക്ഷേ ഇത്രയും മുടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വൈബാണ്. അങ്ങനെ മുടിയൊക്കെ കെട്ടി വെച്ച് അതിൽ കുറച്ച് മുല്ലപ്പൂവിൻ്റെ ആ ഒരു ബണ്ണുണ്ടല്ലോ അതൊക്കെ വെച്ചു. പിന്നെ ഇത്തിരി നർത്തക ലക്ഷണങ്ങൾ കൂടി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ അടിവരയും കൂടി ഇട്ടിട്ടാണ് പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മളിതാ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പതുക്കെ നമുക്ക് പോയാലോ, അങ്കത്തട്ടിൽ അംഗം തുടങ്ങാൻ പോയാലോ. ഒരു വഴിക്ക് പോവല്ലേ, 2 വാക്ക് നിങ്ങളോട് പറഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പേടിച്ചിരുന്ന എൻ്റെ ആ ദിവസം എത്തി. ഇന്നാണ് നമ്മുടെ എക്സാം. നമ്മുടെ കൊച്ചിൻ ഹീറോസിൽ പ്രാചീന കലാകേന്ദ്രയുടെ കീഴിലാണ് ഞാൻ ഡാൻസ് പഠിക്കുന്നത്. എല്ലാവരും ചോദിക്കാറുണ്ട്, സീറ്റ് എവിടെ ഡാൻസ് പഠിക്കുന്നത്.
അപ്പോൾ ഞാൻ ഡാൻസ് പഠിക്കാൻ പോയ ഒരു കഥ വലിയൊരു കഥയാണ്. ഞാനിങ്ങനെ എക്സാം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പോയതല്ല കേട്ടോ. അവിടെ ചെന്ന് ഫീസൊക്കെ മൊത്തമായി അടച്ച് പിന്നെ എന്തായാലും ചാടിപ്പോരാൻ പറ്റില്ലല്ലോ ഇടയിൽ നിന്ന്, ആഗ്രഹത്തിന് മൂത്ത് പോയതല്ല വിചാരിച്ചു ഞാനങ്ങനെ കണ്ടിന്യൂ ചെയ്തതാണ്. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ ലൈഫിൽ ഒരു ചേഞ്ചസ് വന്നൊരു പീരീഡ് ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയത്തിലൂടെയൊക്കെയാണ് കടന്നു പോയിട്ടുണ്ടായിരുന്നത്. ഡാൻസ് ക്ലാസ് ആഴ്ചയിൽ 3 ദിവസം ഡാൻസ് ക്ലാസ്, അതിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ അപ്ലോഡ് ചെയ്യണം. അപ്പം എനിക്ക് ഭയങ്കര ടൈറ്റായിരുന്നു എൻ്റെ സ്കെഡ്യൂളുകളൊക്കെ. എന്നാലും എവിടെയൊക്കെയോ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്ത് എത്തുമ്പോൾ അല്ലെങ്കിൽ ഞാൻ ആ ഒരു സർക്കിളിൽ എത്തുമ്പോൾ ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചതൊന്നും അല്ല ഡാൻസ്, ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ പഠിച്ചതല്ല ഡാൻസ് എന്ന് അറിഞ്ഞ് അതിലേക്ക് ഇറങ്ങി ചെന്ന് താളവും രാഗവും അതിൻ്റെ തട്ടുകളും മുട്ടുകളും അത് സങ്കീർണവും മിശ്രവും ഗണ്ഡവും ചതുരസവും ത്രിസവും ഒക്കെ പഠിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നില്ലേ. ആ ഒരു അവസ്ഥയിലൂടെ അങ്ങനെ കടന്നു പോയായിരുന്നു കുറച്ച് ദിവസങ്ങൾ. എക്സാം ഇനിയിപ്പോൾ തോറ്റാലും ജയിച്ചാലും ഒന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ എന്തായാലും തോറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ പൊരുതി തോറ്റു എന്ന് പറയും, ജയിച്ചാലും ഞാൻ പൊരുതി ജയിച്ചു എന്ന് പറയും. കാരണം ഇത്രയും ദിവസം വയ്യാണ്ടായിട്ടും ജലദോഷമൊക്കെ ആയിട്ടും നല്ല ബുദ്ധിമുട്ടി കൂടെയാണ് കടന്നുകൊണ്ടാകുന്നത്. രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ വായിച്ച് എനിക്കാണെങ്കിൽ ഒന്നും കിട്ടണമില്ല. നമ്മൾ ആ ടച്ചൊക്കെ വിട്ടു. എന്നെ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ കാണും, ഞാൻ ഭയങ്കര ചെറുതാണ്, ഹൈറ്റ് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും വിചാരം ഞാൻ ഭയങ്കര ഈ നമ്മുടെ ഏജ് ഒക്കെ പറയുമ്പോൾ ഒരു ഇത്ര ഏജ് ആയോ എന്നൊക്കെ ചോദിച്ചാൽ ആദ്യം തന്നെ ഒരു ബോഡി ഷെയ്മിങ്ങിലേക്കാണ് എത്തിക്കുക. അയ്യോ ശ്രീചേച്ചി ഇത്രയേ ഉള്ളൂ എന്നൊക്കെയാണ് ആദ്യം കാണുമ്പോൾ എന്നെ എല്ലാവരും ചോദിക്കണത്. അപ്പോൾ അവരൊക്കെ വിചാരം ഞാൻ ചെറുതാണെന്നാ. പക്ഷെ നമുക്കെല്ലാം അറിയുള്ളൂ നമ്മുടെ പ്രായവും അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് കൂട്ടിയോ കൂടണില്ല എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്നാലും ഞാൻ അതിനൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് പറയുമ്പോൾ ഞാൻ ഭയങ്കര ആയിട്ട് പറയണ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമല്ല അറിയുള്ളൂ. നമ്മളൊരു പീരീഡ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തിട്ട് എക്സാം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനോടുള്ള ടച്ച് പോയി കഴിഞ്ഞിട്ട് റീടച്ച് ചെയ്യാൻ ഭയങ്കര പാടാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ PSC ഒക്കെ എഴുതുന്ന പോലെ ഇങ്ങനെ പോവാണെങ്കിൽ ഓക്കെയാണ്. ഇതൊരു 10-12 കൊല്ലം വീട്ടിലിരുന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീണ്ടും ഒരു എക്സാമിന് പോവാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ വിറയ്ക്കാണ്, ഇങ്ങനെ വിറയ്ക്കുക. എനിക്ക് സുദർശന സാറൊക്കെ മുഖം ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ വിറ വരുന്നു. എനിക്കത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണെന്നുള്ള രീതിയിലാണ് പോണത്. ഇന്നലെ ഒരു ബാച്ചിന് എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ ചേച്ചിമാരൊക്കെ വന്ന് കുഴപ്പമില്ല, നീ നന്നായി എഴുത്, നല്ല ക്വസ്റ്റ്യൻസ് എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് എന്നെ വിടുന്നത് അവര്. എനിവേ നമുക്ക് പോയിട്ട് വരാം ഗൈസ്. ഞാൻ വിജയിച്ചിട്ടേ വരൂ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത്. എന്താക്കുവോ വന്നിട്ട് നമുക്ക് ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരു ഷൂട്ട് ഉണ്ട്. പിന്നെ ശ്രീകുട്ടന് കുറച്ച് ബാഗും കുടയും മേടിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ നമുക്ക് പതുക്കെ ബാക്കി വിശേഷങ്ങൾ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പൊ നിങ്ങൾ എന്നെ പുരുഷനെ അനുഗ്രഹിച്ചാലും ഞാൻ പോയിട്ടാ. ഞാൻ എന്തൊക്കെയോ പറയണു, നിങ്ങൾ എന്തൊക്കെയോ കേൾക്കണു. നമുക്ക് എന്തായാലും പരീക്ഷ എഴുതിയിട്ട് വരാം, ബാക്കി വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ നമ്മള് തൃശ്ശൂർ എത്തിയപ്പോൾ മുല്ലപ്പൂ മേടിക്കേണ്ട കാര്യം ഭാഗ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യന് എനിക്ക് മുല്ലപ്പൂ മേടിച്ചു തന്നു. ശ്രീകുട്ടനെ ഞാൻ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടെയുള്ള മുടികളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നടാ. എന്നാലും കുഴപ്പമില്ല, ഊരി പോരാത്ത രീതിയിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറേ സ്ഥലങ്ങളിൽ മുല്ലപ്പൂ അന്വേഷിച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മുടെ എവിടെയാണ് ഇത് സ്ഥലം, ശക്തൻ സ്റ്റാൻഡിലാന്ന് തോന്നുന്നു, അവിടെ നിന്നോ മറ്റോ ആണ് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരു 1-2 മുഴം മുല്ലപ്പൂ മേടിച്ചു. ഒരുപാടൊന്നും മുല്ലപ്പൂ വെക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ ചെന്നിട്ട് ബബ്ബ അടിച്ചാലോ എന്നുള്ള പേടി കാരണം കേട്ടോ. പിന്നെ മുല്ലപ്പൂ അധികം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തലവേദനയും വരും. അങ്ങനെ നമ്മൾ മുല്ലപ്പൂവൊക്കെ ചൂടി തരുണിമണിയായിട്ട് പോകുന്നത് നമ്മുടെ കൊച്ചിൻ ഹീറോസിലാണ്. പ്രാചീന കലാകേന്ദ്രയുടെ കീഴിൽ നമ്മൾ എക്സാം എഴുതി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ കൂട്ടുകാരാണ് ഇവരൊക്കെ കേട്ടോ. നമ്മൾ കുറേ സെൽഫിയൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ കടയിലേക്ക് പോന്നു. കടയിൽ വെച്ചിട്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നമ്മുടെ ഡാൻസ് രൂപം എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. പരീക്ഷ കഴിഞ്ഞു വന്നു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സമാപനത്തിൽ കാലത്ത് നമ്മൾ ബ്രെഡ് മുട്ട ഉണ്ടാക്കിയിട്ട് പോയതല്ലേ, ഒന്നും ഉണ്ടാക്കിയിട്ടും കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ ഏട്ടൻ വന്നപ്പോ ചാള മേടിച്ചോണ്ട് വന്നിട്ടുണ്ടാണോ കേട്ടോ. അപ്പൊ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ശ്രീജയെന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. വെറുതെ പറയാട്ട, പരീക്ഷ എനിക്ക് ഭയങ്കര ടഫായിരുന്നു. എനിക്ക് ഭയങ്കര ടഫായിട്ട് വെച്ചാൽ ഞാൻ പേടിച്ചിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് പരീക്ഷ കുച്ചിപ്പുടിയാണ്. കുച്ചിപ്പുടി സെറ്റാക്കാമെന്ന് വിചാരിക്കും. വെറുതെ കുറെ മുല്ലപ്പൂ മേടിച്ചു വെച്ച് ജലദോഷം പേടിച്ചു പോയി. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കാൻ പോകണം എന്നുള്ളത്. ഞാൻ ഡാൻസ് പഠിക്കാൻ പോയ സമയത്ത്, ഡാൻസ് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് 100 രൂപയാണ് കേട്ടോ ഫീസ് ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് അതായത് ഞാൻ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 100 രൂപയാണ് ഒരു ദിവസത്തെ ഫീസ് ഉണ്ടായിരുന്നത്. അല്ല, ഒരു മാസത്തെ ഫീസ് ഉണ്ടായിരുന്നത്. അന്ന് അച്ഛനൊരു ദിവസത്തെ കൂലി 120 രൂപയാണ്.
അന്ന്. അപ്പോൾ ഈ ഒരു മാസത്തെ കൂടി നമ്മൾ രണ്ട് പെൺപിള്ളേരൊക്കെ അല്ലേ, അച്ഛനും അമ്മയും ഈ പിശുക്ക് പിടിച്ച് ജീവിച്ച് അവറ്റങ്ങളുടെ രീതി നമ്മൾ മുടക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഡാൻസിനോടുള്ള ആഗ്രഹമൊന്നും പ്രകടിപ്പിച്ചില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം വീടിന്റെ തൊട്ടപ്പുറത്ത് വീട്ടിലെ നമ്മുടെ ലഗേജിന്റെ ചാത്തായിക്കാരുടെ വീടെന്നാണ് പറയാം, അവിടെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു മാഷ് അരങ്ങേറ്റത്തിന് പിള്ളേരെ 2 ദിവസം മുന്നേ റിഹേഴ്സൽ ചെയ്യാൻ ഒരു പരിപാടിയുണ്ട്. അതിൽ വന്ന് ഇവർ കളിക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഡാൻസ് പഠിക്കാൻ പോകണമെന്ന്. അങ്ങനെ അവിടെ നിന്ന് വേലച്ചനാണ് ഡാൻസ് പഠിക്കാൻ. ഞാൻ 100 രൂപ തരാൻ പെൺകുട്ടിയെ നീ പൊക്കോന്ന് പറഞ്ഞത്. അങ്ങനെ വേലച്ചൻ പക്ഷെ ആദ്യത്തെ ഒരു മാസത്തെ ഫീസൊക്കെ തന്നോളൂട്ടാ. പിന്നെ മുഴുവൻ അമ്മയും അച്ഛനും ഡാൻസിന് പഠിക്കാൻ പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ 7 8 എത്തിയപ്പോൾ അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞു. ടീച്ചറെ കുറേ ഫീസൊക്കെ ടീച്ചർ ഇങ്ങനെ എനിക്ക് വേണ്ടി ഫീസൊന്നും മേടിക്കാണ്ടൊക്കെ ഞാൻ ടീച്ചറെ കൂടെ ഡാൻസ് പഠിപ്പിക്കാനൊക്കെ പോയിരുന്നു, ഓട്ടോറിക്ഷയിലൊക്കെ കയറി. അങ്ങനെ നല്ലൊരു കാലഘട്ടമായിരുന്നു അതിൽ. അന്ന് തൊട്ട് ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ് മൊത്തം. പിന്നെ ഞാൻ വിചാരിച്ചായിരുന്നു ഡാൻസ് പഠിക്കണമെങ്കിൽ ഞാൻ എൻ്റെ കാശോടെ പഠിക്കുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ പ്രാചീന കലാകേന്ദ്രയിൽ കയറിയത്. പക്ഷെ അവിടെ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു ഡാൻസ്. ഭാഗ്യനാണ് സത്യം പറഞ്ഞാൽ പിന്നീട് പുഷ് ചെയ്ത് കൊണ്ടാക്കലൊക്കെ ആയിട്ട്. ഞാൻ പരീക്ഷ സമയമൊക്കെ ആയപ്പോൾ മുങ്ങാൻ നിന്നതാ പതുക്കെ അടുത്ത പോലെ എഴുതാണ്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ഭാഗ്യം എൻ്റെ കൂടെ ഉള്ളവരും ഉണ്ടോ, എല്ലാവരും നമ്മുടെ ഫാമിലി മൊത്തം കൂട്ടുകാരും വീട്ടുകാരും നാട്ടുകാരും ഏളാമയും ഒക്കെ പറഞ്ഞു എന്നോട് മോളിത്ര നാൾ പഠിച്ചതല്ലേ എഴുതെന്ന് പറഞ്ഞു. എനിക്ക് നല്ല ഭയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആഗ്രഹം, ഞാൻ അങ്ങനെ നമ്മൾ സമ്പാദിച്ചു, നമ്മൾ തന്നെ അപ്പൊ നമുക്ക് ഒരു കുറ്റബോധം ഉണ്ടാവില്ല. നമ്മുടെ കയ്യിലത്തെ കാശല്ല, മറ്റുള്ളവരുടെ കയ്യിലത്തെ കാശെടുത്ത് പഠിപ്പിച്ചത് നമ്മളത് വേസ്റ്റ് ആക്കിയെന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാവില്ല അത് പരീക്ഷ എഴുതിയില്ലെങ്കിൽ. അപ്പോൾ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ആഗ്രഹങ്ങൾ നമുക്ക് ആഗ്രഹങ്ങളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ നമുക്കതൊരു ബാധ്യതയാവും. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ആഗ്രഹങ്ങൾ അങ്ങോട്ട് നടത്തുക. ഈ ഭൂമിക്ക് നമ്മളിങ്ങോട്ട് തിരിച്ചു വരുന്നില്ലല്ലോ ഇനി ഒരിക്കലും. വൺസ് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വഴിക്ക് പോയതല്ലേ. അത് കാരണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നടത്താൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചുറ്റുള്ള ആരും നോക്കണ്ട, അവരുടെ ഒന്നും മുഖങ്ങൾ നോക്കണ്ട. ചിലപ്പോൾ അതിനോടൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവാം നമ്മുടെ ചുറ്റും. ലെറ്റ് ഇറ്റ്, അവരുടെ വഴിക്ക് വിടാം. അവരല്ലല്ലോ നമ്മുടെ ജീവിതം ജീവിക്കേണ്ടത്, നമ്മളല്ലേ നമ്മുടെ ജീവിതം ജീവിക്കേണ്ടത്. അപ്പോൾ അതിനൊക്കെ മാറ്റി നിർത്തി കുറച്ച് സമയം ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 1-2 മണിക്കൂർ നമുക്ക് വേണ്ടി ജീവിക്കാം. അപ്പോൾ ആദ്യമൊക്കെ ഭയങ്കര സ്വപ്നങ്ങളാവുന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ചാളെ എൻ്റെ പോലെ സ്ട്രെസ്സൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ശീലമാവും, പിന്നെ നമുക്കത് സന്തോഷമാവും, പിന്നെ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവും. പിന്നെ ഒരു സ്വപ്നം പൂർത്തീകരിച്ച ഒരു സഫലത ഇല്ലേ കേട്ടാ, അങ്ങനെ പറയട്ടെ, സ്വപ്നം പൂർത്തീകരിച്ച ഒരു സുഖം, അത് അങ്ങോട്ട് കിട്ടും നമുക്ക്. അപ്പൊ അങ്ങനെ ആഗ്രഹങ്ങളുള്ളത് ഞങ്ങൾ ഭാഗ്യം. എന്തെങ്കിലും ആഗ്രഹങ്ങൾ? എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ പഠിക്കാനില്ല. എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളാണ്. എനിക്ക് ലോകം കാണണമെന്ന് തോന്നാറില്ല. അല്ല, അങ്ങനത്തെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. പക്ഷെ പഠിക്കേണ്ട കാര്യങ്ങള്, ഡാൻസ് പഠിക്കുക, അത് മടിയില്ലാത്തവർക്ക് പറ്റുന്ന പരിപാടി പഠിച്ചെടുക്കല്. അത് ശരിയാണ്. കാരണം വേണമെങ്കിൽ ചെയ്താൽ മതി. ഇപ്പൊ ഒരു കോഴ്സൊക്കെ നമ്മൾ ഈ ഒരു പ്രായത്തിൽ ഇറങ്ങി ചെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ മടിയൊന്നും പാടില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യാനായിട്ട് മുതിരൂല്ല. അപ്പൊ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ല, ഞാൻ എന്റെ കാര്യം പറഞ്ഞതല്ല. അങ്ങനെ ഈ പ്രായത്തിൽ ഒരു 10, 35, 36 വയസ്സൊക്കെ ആയിട്ടും പഠിക്കാൻ എന്തെങ്കിലും കോഴ്സുകൾ എടുത്ത് പഠിക്കേണ്ടവരൊക്കെ അവരുടെ ആ ഒരു മടിയില്ലാത്ത മനസ്സും അത് അച്ചീവ് ചെയ്യാനുള്ള അവരുടെ ഒരു ത്വരയുണ്ടല്ലോ, അതാണ് അത് അർത്ഥാക്കുന്നത്. അപ്പൊ അവര് ജീവിതത്തിൽ വിജയിക്കും, ഉറപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ പഠിക്കാനുള്ളതോ ഒട്ടും വൈകിട്ടില്ല. ഇപ്പോഴും എൻ്റെ ഇവിടുത്തെ ചേച്ചിമാരെ SLC എഴുതാൻ പോകുന്നവരുണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൽ. ഞാനപ്പോൾ തന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ ചേച്ചിമാർക്കോ ചേട്ടന്മാർക്കോ അനിയന്മാർക്കും ഒക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്ത് ചെയ്യണം. അത് നടക്കും. നിന്റെ മോൻ തോറ്റ് തുന്നം പാടി വന്നിരിക്കുന്നു. തോറ്റ് തുന്നം പാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. ഞാൻ തോൽക്കില്ലായിരിക്കും കേട്ടാ, ജയിക്കുമായിരിക്കും. എന്നാലും എനിക്ക് ഞാൻ പഠിച്ചത്രയൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയില്ല. പഠിച്ചത്രയ്ക്കല്ല, അതിനത്രയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് എവിടെയാ നേരം ഇതിന്റെ ഇടയിൽ 100 കൂട്ടം കാര്യങ്ങളുടെ ഇടയിലാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പൊ തോറ്റാലും വലിയ അത്ഭുതമൊന്നുമില്ല. തോൽക്കില്ല. ഞാൻ പോയിട്ട് അടുക്കള കയറട്ടെ, കത്തി വെച്ച ഞാനവിടെ നിന്ന് എത്തി. ഞാനും പോട്ടെന്നാ.
ആഗ്രഹങ്ങളൊന്നും ഒരുപാട് നാളത്തേക്ക് നീട്ടി വെക്കാനുള്ളതല്ല എന്നുള്ള തീരുമാനത്തോടെ നമ്മൾ ഇന്ന് കിച്ചണിൽ കയറിയിട്ട് വൈകുന്നേരത്തെ ഡിന്നർ റെഡിയാക്കുകയാണ് കേട്ടോ. ഡിന്നർ ഒരു 7 മണിക്ക് മുന്നേ കഴിക്കണം എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അത് കാരണം കൊണ്ട് നമ്മൾ ലക്ഷ്മണൻ്റെ അവിടെ പോയല്ലോ മൈസൂര്. അപ്പോൾ അവിടെ പോയപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഈ ക്യാബേജ് ഇതാ ഒരു സൈഡ് ഇങ്ങനെ ചെറിയ ചെറിയ കളർ മാറ്റമൊക്കെ സംഭവിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഇവനെ ഒന്ന് കൊത്തി എരിഞ്ഞ് നാളികേരമൊന്നും ഇടാതെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരി വെക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോപ്പർ കൂട്ടലിൽ അരിഞ്ഞെടുത്താലും അടിപൊളിയാണ്. പക്ഷെ എനിക്കിങ്ങനെ നീളനായിട്ട് കഴിക്കണം എന്നൊരാഗ്രഹം. ഓരോ ആഗ്രഹങ്ങളേന്ന്. അങ്ങനെ നമ്മൾ അതിനെ മൊത്തത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തൃശ്ശൂരുകാരുടെ ദേശീയ ഭക്ഷണമായിട്ടുള്ള പരിപ്പ് കുത്തിക്കാച്ചി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് ഇവിടെ. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ നമ്മുടെ മുകുന്ദൻ സാറിൻ്റെ പ്രവാസം കേട്ടോണ്ടിരിക്കുകയാണ്. അത് കുറച്ചധികം നാളായി കേട്ടു തുടങ്ങിയിട്ട് ഇതുവരെ കഴിക്കാൻ പറ്റിയിട്ടില്ല, കഴിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കാം. മഞ്ഞപ്പൊടി വിടണമെങ്കിൽ ഇടാം. കുറച്ചധികം തന്നെ വേവണം. ഇവിടെ പരിപ്പ് നന്നായി വെന്തതാണ് എല്ലാവർക്കും ഇഷ്ടം. പിന്നെ നമ്മൾ കുഞ്ഞുള്ളിയിലാണ് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഭാഗ്യൻ മത്തി, അതായത് നല്ല ചാള മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വറക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ നമ്മുടെ ഉണക്കമീനാണ് കേട്ടോ ഇതിന് കോമ്പിനേഷൻ വരുന്നത്. പക്ഷെ മത്തി എല്ലാത്തിൻ്റെയും കൂടെ പോവുമല്ലോ, അത് കാരണം നമ്മളൊന്ന് മത്തിമ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ, ഈ ഉള്ളിയുടെ പോലെ തന്നെ ഇരിക്കുന്ന നമ്മുടെ ഒരു വയലറ്റ് മുളക്, അതും കൂടി ഇട്ടിട്ടാണ് കേട്ടോ നമ്മളിന്ന് നമ്മുടെ പരിപാടികളൊക്കെ സമാപിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇരുമ്പുളി നന്നായിട്ടൊന്ന് എന്താ പറയുക, ഒരു പുളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ എന്താണ് പറയുക, മോര് കൂട്ടാനിലേക്ക് അല്ലല്ലോ ഈശ്വര, മോര് കൂട്ടാനൊക്കെ എത്തിയോ ഞാൻ, നമ്മുടെ പരിപ്പ് കൂട്ടാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കുന്നു. അതിൽ നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മുടെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തത്, അതും വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മുടെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു, ഒരു കളർ മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ആ കേബേജ് കൂട്ടൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 4 കജം ഇളക്കുക, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് അടച്ചു വെക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ ദൈവമേ, മൈസൂരിൽ നിന്ന് കൊണ്ടുവന്നത് കൊണ്ടാണോ അതോ നാടനായത് കൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, ഇതിനൊരു അടാറ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സംഭവം കിടുവായിരുന്നു. അങ്ങനെ നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി നമ്മുടെ പരിപ്പ് കൂട്ടാനുമ്പോഴാണ് കേട്ടോ. പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകും പിന്നെ ഇത്തിരി നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ തക്കാളി വേണമെങ്കിൽ ഇടാം കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി പുളി മതി. എന്നിട്ട് നമ്മൾ അതൊന്നുകൂടി ഒരൊറ്റ വിസിലും കൂടെ കേൾപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പാത്രം എടുക്കുന്നു, അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. ഇഞ്ചി വേണ്ടടോ, ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നു. കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് ഇടിച്ച മുളകാണ്, കുത്തിക്കാച്ചെന്ന് പറഞ്ഞാൽ ഇടിച്ച മുളകാണ് നമ്മൾ ഇടാറുള്ളത്. പക്ഷേ ഇടിച്ച മുളക് കൂടി ഇല്ലാത്തവരോട് നമുക്ക് പൊടിയാക്കാം. അങ്ങനെ പൊടി ഇട്ട് കൊടുക്കുന്നു. അതിലേക്ക് നമ്മുടെ വെന്ത് വന്നിട്ടുള്ള ഈ ഒരു പരിപ്പുണ്ടല്ലോ, അത് ഇരുമ്പുളിയൊക്കെ ഇട്ട് വേവിച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കുന്നു. എൻ്റെ കൈ പൊള്ളാറുന്നത് ഭാഗ്യം. ഇതിൽ എന്ത് കറി വെച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ കൈയും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസിൻ്റെ 4 സൈഡ്, അതായത് സ്റ്റൗവിൻ്റെ 4 സൈഡ് ഇതുപോലെ വൃത്തികേടാവും കേട്ടോ. ചെറിയ പാത്രം മാത്രമല്ല, അതിങ്ങനെ സ്റ്റീലല്ലേ, അത് കാരണം കൊണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ പരിപ്പ് കൂട്ടാൻ ഒന്ന് തിളക്കട്ടെ, അപ്പോൾ ഒന്ന് നമുക്ക് കട്ടയായിട്ട് കിട്ടും. ചിലർക്ക് വെള്ളം പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം. നമ്മുടെ ഇവിടെ നല്ല എന്താ പറയുക, ഇങ്ങനെ കേക്ക് പീസ് പോലെ ഇരിക്കുന്നതാണ് ഇഷ്ടം. അങ്ങനെ ചാള കൊണ്ടുവന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അടുക്കളയിൽ വെച്ചിട്ടാണോ കുട്ടി മീൻ നന്നാക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഈ സമയത്ത് എനിക്ക് പുറത്തേക്ക് പോകാനായിട്ട് ഇച്ചിരി ഭയമില്ലായില്ല. കാരണം പുറത്ത് നല്ല മഴയാണ്. മാത്രമല്ല ഈ പരിസരത്തൊന്നും ഒരാളും ഇല്ല. കാരണം ശ്രീകുട്ടനും ഭാഗ്യനും കൂടി നമ്മുടെ അമ്പലത്തിൻ്റെ അവിടേക്ക് ഷട്ടിൽ ബാറ്റ് കളിക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ. അവിടെ കുറച്ച് പിള്ളേരും ചേച്ചിമാരും എല്ലാവരും വെക്കേഷനായ കാരണോട് കൂടലും പിന്നെ കളിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷൂട്ടിങ്, എഡിറ്റിങ്, ഡാൻസ് പിടുത്തവും കാര്യങ്ങളൊക്കെ ആയ കാരണം കൊണ്ട് അവരുടെ കൂടെ കൂടിച്ചേരാനൊന്നും പറ്റുന്നില്ല. ജീവിതത്തിൽ പലതും നേടുമ്പോൾ പലതും നഷ്ടമാവുമല്ലോ. അങ്ങനെ ഇപ്രാവശ്യം എനിക്ക് നഷ്ടമായതാണ് ഇപ്രാവശ്യത്തെ കളി കേട്ടോ. അങ്ങനെ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്ത് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ നമ്മുടെ മീനും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഡിന്നർ ഇതോടുകൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അമ്മ എൻ്റെ കൂടെ വന്ന് നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അമ്മ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. കടയിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ വീണ്ടും പണിയെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സഹിക്കുമോ? നമ്മുടെ അമ്മമാർ പണിയെടുക്കുന്നുണ്ടാ നമുക്ക് സഹിക്കുമോ? അപ്പം ഞാൻ മണിക്കും കുറച്ച് മണിക്ക് കുറച്ച് മീനിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് അവരുടെ ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിച്ചു. നമുക്കിനി ചോറുണ്ടാലോ. ആദ്യം ചിലപ്പോ കുറച്ച് നേരം വൈകിട്ട് എനിക്കുണ്ടെങ്കിൽ ചാള വറുത്തത് ചോറും കൂടെ കൊടുത്ത പിന്നെ എനിക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. എനിക്ക് നേരെ പ്രാക്ടീസ് ചെയ്യാം.
ഇത് നമ്മുടെ പരിപ്പ് കൂട്ട്. അങ്ങനെ ഇതാ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. മീൻ വറുത്തത്, അതോടൊപ്പം തന്നെ കുറച്ച് അച്ചാർ പിന്നെ ഇവിടെ സ്റ്റോക്ക് ആണല്ലോ, അപ്പോൾ ആവശ്യത്തിലധികം അച്ചാറുകൾ ഉണ്ടായിരുന്നു. നാരങ്ങ അച്ചാർ, കടുമാങ്ങ അച്ചാർ, വെളുത്തുള്ളി അച്ചാർ, എക്സിബിഷനിൽ നിന്ന് മേടിച്ച അച്ചാർ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ചാറിൻ്റെ ഒരു പെരുമഴ ഉണ്ടായിരുന്നു. ഇവിടെ ഈ പരിപ്പ് കുത്തിക്കാച്ചിയത് ഭാഗ്യന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ഉണക്കമീനായാലും ചലാകിയാണ്. നമ്മൾ നല്ല വയറ് നിറച്ച് പിന്നെ നല്ല വിശപ്പുണ്ടാവേ. കളിക്കാൻ പോയിട്ട് കുടിക്കാതെ നമ്മുടെ തൃശ്ശൂർക്കാരുടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണത്. അതായത് പരിപ്പ് കുത്തി കാച്ചത്, മീൻ വറുത്തത്, എന്തെങ്കിലും ഉപ്പേരി കാച്ച. ഉണക്കമീനാണ് പതിവ്. നല്ലതാണ് നല്ല സ്പൂണ് കഴിച്ചിട്ട് വരാട്ടാ. നാളെയോ മറ്റന്നാണോ എന്നറിയില്ല. ഇവിടെ രാഹുലിൻ്റെ വൈഫ് ഉണ്ടല്ലോ, വിസ്മയ, നമ്മുടെ ഇളയമയുടെ, അവിടുത്തെ ഇളയമയുടെ മരുമകളുടെ വളക്കാപ്പ് പരിപാടികളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഇതുപോലത്തെ പരിപാടികളൊക്കെ കയറി വരിക. അതായത് നമ്മുടെ വീട് വൃത്തിയാക്കേണ്ട പരിപാടികൾ കേട്ടോ. ശാന്തമ്മ കുറച്ച് അധികം ദിവസമായി വന്നു പോയിട്ടേ, അത് കാരണം നമുക്ക് നല്ല ഡീപ്പായിട്ട് തന്നെ ക്ലീനിങ് പരിപാടികൾ ഉണ്ടായിരുന്നു. ശ്രീകുട്ടൻ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഭാഗ്യം പിന്നെ കളിക്കാൻ പോയിന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ നമ്മുടെ യൂണിഫോം സാരി ഇനി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് 16-ാം തീയതിയാണ്. അന്ന് നമുക്ക് കുച്ചിപ്പുടി എക്സാം ഉണ്ട്. 3 എക്സാമും കൂടി ഒരുമിച്ച് കൊടുത്ത കാരണം കൊണ്ടാണ് എനിക്ക് ഇത്തിരി ബേർഡനായിട്ട് ഫീൽ ചെയ്തത് കേട്ടോ. ഓരോ വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡീപ്പായിട്ട് പഠിച്ചും പോകാൻ പറ്റുമായിരുന്നു. ഇത്രയ്ക്കധികം സ്ട്രെസ്ഫുള്ളായിട്ട് ഫീൽ ഇല്ലായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് കിട്ടുമ്പോഴേ 3 ഡിഗ്രിയാണ് ഒരുമിച്ച് കിട്ടണേ. 3 ഡിഗ്രി അല്ല, 3 ഡിപ്ലോമ, എന്തായാലും. അങ്ങനെ നമുക്ക് നമ്മുടെ റൂം ഒന്ന് വൃത്തിയാക്കിയിടാം. ഇതാണ് എൻ്റെ എഡിറ്റിംഗ് റൂം കേട്ടോ. ഇതൊന്ന് വൃത്തിയാക്കിയിടാം. അതിനുശേഷം ഭാഗ്യനും ശ്രീകുട്ടനും ഞങ്ങളെല്ലാവരും കിടക്കുന്ന ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മൾ അടച്ചിട്ടിരിക്കുന്നത് കാണുന്നത്. അതൊന്ന് വൃത്തിയാക്കി. അതിൻ്റെ ഉള്ളിൽ പിന്നെ വലിയ കാര്യമായിട്ടുള്ള അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. മിക്കതും നമ്മുടെ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുക ഈ എഡിറ്റിംഗ് റൂമിലാണ്. അവിടെയാണ് കുറച്ചും കൂടി അലങ്കോലമായിട്ട് കിടക്കാറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ അടിച്ചുവാരി തുടയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിറ്റേ ദിവസം കാലത്ത് തന്നെ വന്ന് നോക്കുമ്പോൾ വീട് നല്ല ക്ലീൻ ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസത്തിൽ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യില്ലേ. അതിൻ്റെ ഭാഗമാണ് കേട്ടോ ഒത്തിരി വൈകിയാലും നമ്മൾ അടിച്ചുവാരി തുടച്ചിടുന്നതിൻ്റെ കാരണം. പിന്നെ നമുക്ക് ഒരു എന്താ പറയുക, ഒന്നും മാറ്റി വെച്ചു എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ ഒഴിച്ചിട്ടു എന്നുള്ളൊരു തോന്നൽ വേണ്ടാന്ന് വെച്ചിട്ടൊരു വാശിയോട് കൂടിയിട്ടാണ് അന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് വെച്ചത്. അങ്ങനെ അടിച്ചു വാരിയലും തുടക്കലും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു ദിവസം എത്ര പെട്ടെന്ന് കഴിഞ്ഞ്. ഒരു എക്സാം എത്ര നാളുകൾക്ക് ശേഷമാണെന്നറിയോ ഞാൻ കൊടുക്കണേ. എനിക്ക് നമ്മുടെ BSc എക്സാം കൊടുത്തത്, വൈവ കൊടുത്തതൊക്കെയാണ് ഓർമ്മയിലുണ്ടായിരുന്നത്. അന്ന് ഇത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം അത് നമ്മൾ ടച്ച് ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞ് പഠിച്ച് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ ഇതിപ്പോൾ ഒരു 10-12 കൊല്ലത്തെ ഗ്യാപ്പ് വന്ന കാരണം കൊണ്ട് ചെറിയൊരു ഭയമുണ്ട്. പിന്നെ ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പിന്നെ സാറുമാരും ടീച്ചർമാരും ഒക്കെ വലിയ സപ്പോർട്ടീവ് ആയിരുന്നു. അത് കാരണം തന്നെ നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും വിചാരിച്ച പോലെ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്നുള്ള സങ്കടമുണ്ട്. സാരമില്ല, അടുത്ത പോലെ നമുക്ക് ചെയ്യാലോ. അങ്ങനെ നമ്മുടെ കിച്ചണും കൂടെ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടികൾ ഇന്ന് അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ, ആരെങ്കിലുമൊക്കെ ഒരു സഹായത്തിനോ അല്ലെങ്കിൽ ഒരു കൈത്താങ്ങിനോ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു എന്ന്. ഭാഗ്യൻ പാത്രം കഴുകലും അതുപോലെ തന്നെ തുണി തോരയിടലൊക്കെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ വൃത്തിയാക്കണ പരിപാടി ആൾക്കൊണ്ട് വലിയ താല്പര്യമില്ല. അപ്പോൾ ആൾ പറഞ്ഞു, ഇത് മോൻ ചെയ്തോ, തുണി ഞാൻ തോരയിട്ടോളാം എന്ന് പറഞ്ഞിട്ട് ആൾ തുണിയൊക്കെ കൊണ്ട് അങ്ങ് മുകളിലേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇന്നത്തെ ദിവസം മൊത്തത്തിലൊന്ന് മനസ്സിൽ എന്താ പറയുക ഒരു അവലോകനം നടത്താമെന്ന് വിചാരിച്ചു. കുറേ നാളത്തെ ആഗ്രഹമല്ലേ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ സാധ്യമാക്കി എടുക്കുന്നത്. അപ്പം അതൊക്കെ ഇങ്ങനെ പടിയായിട്ട് നമ്മൾ മരിക്കുന്നേക്കാളും മുന്നേ ചെയ്ത് തീർക്കുമ്പോൾ വരുന്നൊരു സംതൃപ്തി ഉണ്ടല്ലോ, അതൊന്ന് വേറെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിമാർക്ക് ഇതുപോലത്തെ കുട്ടി ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും ഭയക്കുക അല്ലെങ്കിൽ മടി കാണിക്കുക, അവരെന്ത് പറയും ഇവരെന്ത് പറയും നാട്ടുകാരെന്ത് പറയും എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതൊക്കെ അങ്ങോട്ട് നടത്തുക. അപ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ ലെവലാണെന്ന്. അങ്ങനെ നമ്മുടെ അടുക്കള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടേക്ക് ഒന്ന് വൃത്തിയാക്കി നമുക്ക് പതുക്കെ മടങ്ങാം. എൻ്റെ ഒരു ദിവസം ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് കഴിഞ്ഞ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ദിവസം, നല്ലൊരു പരീക്ഷ എഴുതിയ ദിവസം, ഒരുപാട് കൂട്ടുകാരെ കണ്ട ദിവസം, ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം. അത് നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ പറ്റിയതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലത്തെ വ്ളോഗുകളും ഇതുപോലത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.